dear friends, welcome back. നമ്മൾ +1 എക്കണോമിക്സ് ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാം നമുക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളിലൊന്നാണ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്. നമുക്ക് പോവർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് പോവർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ അവസാന ഭാഗങ്ങളിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്. മലയാളത്തിലാണെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മക്കൾ നന്നായിട്ട് പഠിക്കണം, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട മറ്റൊരു ഏരിയ ആണ് മീൻ മീഡിയൻ മോഡ് കാൽക്കുലേഷൻ. നമുക്ക് ഒരു ഡേറ്റാ സെറ്റ് തരും, കുറച്ച് നമ്പേഴ്സ് തരും. ആ ഒരു നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിച്ച് മീൻ, മീഡിയൻ, മോഡ് ഇത് മൂന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ മീൻ എങ്ങനെ കാണും, അരിത്മെറ്റിക് മീൻ AM എങ്ങനെ കാണും, മീഡിയൻ എങ്ങനെ കാണും, മോഡ് എങ്ങനെ കാണും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിലൊന്ന് പഠിക്കും. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഒരു ടേബിളിൻ്റെ പാർട്സ്. നമുക്കൊരു ടേബിൾ തന്നിട്ട് അതിൻ്റെ വിവിധ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ ഓരോ പാർട്ടും ആ പാർട്ടിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടി പഠിച്ചു വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു മാർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ അല്ലേ? പിന്നെ നിങ്ങൾ 2 ബെനിഫിറ്റ്സ് പഠിക്കണം. ഒന്ന് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ബെനിഫിറ്റ്സും 2 ഗ്രീൻ റെവല്യൂഷൻ്റെ ബെനിഫിറ്റ്സും. ഇത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് 3-4 മാർക്കുകൾക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ, ഒരു നല്ല ക്വസ്റ്റ്യനെയറിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ്, ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. അത് നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻ്റർവ്യൂ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഇവിടെ പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഏരിയാസൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ്, ദ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. ഈ ഒരു പാർട്ടും കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് പഠിച്ചു വയ്ക്കും. ക്ലിയർ അല്ലേ? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ സോഴ്സ് കൂടി ഒന്ന് നോക്കി വെച്ചാൽ നമുക്ക് ചോദിക്കുന്ന 4 മാർക്കും കൂടി ഈസി ആയിട്ട് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ വർഷം 2022 നടന്നിട്ടുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ കാണുകയാണെങ്കിൽ എക്സാം എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു പാറ്റേൺ എന്നുള്ളതും എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക. +1 എക്കണോമിക്സ് നമ്മൾ പൊളിക്കും. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കീസൊക്കെ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. താങ്ക് യു.